തീറ്റപ്പുൽ കൃഷിയിൽ വിജയം കൈവരിച്ച് കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം. വിളവെടുത്തത് 1500 കിലോ തീറ്റപ്പുൽ. കാട്ടൂർ കരാഞ്ചിറ കാട്ടൂർ കടവിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കി വരുന്ന കമാൻഡോ കിഡ്സ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് എക്സ് സർവീസ് ലീഗിന്റെ സഹായത്തോടെ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും സമീപത്തെ സ്കൂളിലും മോഷണം. പള്ളിയിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. COA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. COA സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ടൂറിസം IT മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിട്ട് COA. നമസ്കാരം. വാർത്തകൾ വിശദമായി. കന്നുകാലികൾക്ക് തീറ്റയ്ക്കാവശ്യമായ പുല്ല് കൃഷി ചെയ്ത് ക്ഷീരകർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയാണ് അരിമ്പൂരിലെ കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം. 1500 കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത്. കാലിത്തീറ്റയുടെ വിലവർധനവ് മൂലം ക്ഷീരകർഷകർക്കുണ്ടാകുന്ന പ്രയാസത്തിന് ആശ്വാസമേകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം തീറ്റപ്പുൽ കൃഷി തുടങ്ങിയത്. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കർ സ്ഥലത്താണ് സംഘം കൃഷി ഇറക്കിയത്. ചാലക്കുടിയിൽ നിന്ന് 5000 പുൽത്തൈകൾ വാങ്ങി 1 മീറ്റർ അകലത്തിൽ ഇടച്ചാലുകൾ തീർത്താണ് നട്ടത്. ക്ഷീരകർഷക സംഘത്തിലെ 15ഓളം പേർ വെള്ളവും ജൈവവളവും നൽകി 45 ദിവസം പരിപാലിച്ചു. ഇടവിളയായി വെണ്ട, പയർ, ചീര എന്നിവയും ഒപ്പം കൃഷി ചെയ്തിരുന്നു. വേനലിൻ്റെ കാഠിന്യം മൂലം വിളവെടുപ്പ് 15 ദിവസം നീണ്ടു. 1500 കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ നിന്ന് വിളവെടുത്തത്. ക്ഷീരകർഷകർക്ക് വേണ്ടി നല്ല ആദായകമായ രീതിയിൽ തീറ്റപ്പുൽ കൃഷി നട്ട് കൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംഘം, അതുപോലെ സബ് കമ്മിറ്റിയും അന്തിക്കൽ ബ്ലോക്കിൻ്റെയും നമ്മുടെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘത്തിൽ അംഗങ്ങളായ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് കിലോയ്ക്ക് 3 രൂപ നിരക്കിലും പുറമേയുള്ളവർക്ക് 5 രൂപ നിരക്കിലുമാണ് തീറ്റപ്പുല്ല് ലഭ്യമാക്കിയത്. ക്ഷീരകർഷകരുടെ സഹകരണത്തോടെ സംഘം പ്രസിഡന്റ് EK ജയപ്രകാശ്, സെക്രട്ടറി BS സ്മിത എന്നിവർ മുന്നിട്ടിറങ്ങിയതോടെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ മാതൃകാ തീറ്റപ്പുൽ കൃഷിത്തോട്ടമായി ഈ പരീക്ഷണ കൃഷിയിടം മാറുകയായിരുന്നു. തീറ്റപ്പുൽ വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ഡയറി ഫാം ഇൻസ്പെക്ടർ ഷനിരാജ്, വാർഡ് അംഗങ്ങളായ K രാകേഷ്, സലിജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കാട്ടൂർ കരാഞ്ചിറ കാട്ടൂർ കടവിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. ക്ഷീരകർഷകനായ കാട്ടൂർ കടവ് സ്വദേശി പാണപ്പറമ്പിൽ രാമന്റെ പശുക്കിടാവാണ് കുറുക്കന്മാരുടെ ആക്രമണത്തിൽ ചത്തത്. കഴിഞ്ഞ ദിവസം നന്ദിലംപാടത്ത് പശുവിനെ കെട്ടിയ സമയത്താണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ കാടുകയറി കിടക്കുന്ന പറമ്പുകളാണ് ഇവ താവളമാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കി വരുന്ന കമാൻഡോ കിഡ്സ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കുന്ന ഏക വിദ്യാലയമാണ് ആലത്തൂർ ALPS. 2 വർഷം മുൻപാണ് കമാൻഡോ കിഡ്സ് പദ്ധതി ആലത്തൂർ സ്കൂളിൽ ആരംഭിച്ചത്. യുനെസ്കോ നിർദ്ദേശിച്ച 10 ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള 70 മണിക്കൂർ പരിശീലനമാണ് ഓരോ അധ്യയന വർഷത്തിലും പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കമാൻഡോ കിഡ് നമ്മുടെ സ്കൂളിലെ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളെ വെൽ ട്രെയിൻഡ് ആയിട്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുന്ന, ശാരീരികമായി കരുത്തുള്ള, വൈകാരികമായി കരുത്തുള്ള, അങ്ങനെ ലൈഫ് സ്കില്ലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പഞ്ച് പ്രോഗ്രാമാണ്. കാരണം ഇത് വഴി കുട്ടികളെ വെൽ ട്രെയിൻഡ് കുട്ടികളാക്കാൻ കഴിയും. അവർക്ക് ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സ്കൂളിലെ 3-4 ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കമാൻഡോ കിഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് സർവീസ് ലീഗിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് പരിശീലനം നൽകി വരുന്നത്. കരസേനയിൽ നിന്ന് വിരമിച്ചവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കൊടകര പോലീസ് സ്റ്റേഷൻ, കേരള പോലീസ് അക്കാദമി എന്നിവിടങ്ങളിലും പരിശീലനത്തിന്റെ ഭാഗമായി കമാൻഡോ കിഡ്സ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ മികവ് വിലയിരുത്തുന്ന SCERT സംഘം കമാൻഡോ കിഡ്സിന്റെ പ്രവർത്തനം വിലയിരുത്താനായി കഴിഞ്ഞ മാസം ആലത്തൂർ സ്കൂൾ സന്ദർശിച്ചിരുന്നു. കമാൻഡോ കിഡ്സിനായി സ്കൂളിലൊരുക്കിയ റൈഡിംഗ് പാർക്കും സംഘം സന്ദർശിച്ചു. വിദ്യാലയങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കാനായി
തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ആലത്തൂർ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കമാൻഡോ കിഡ്സ് പദ്ധതിയുടെ പ്രവർത്തനം പരിഗണിച്ചാണ്. ഓരോ അധ്യയന വർഷവും 220 മണിക്കൂർ നീളുന്ന ജീവിത നൈപുണ്യ പരിശീലനമാണ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് നൽകുന്നതെന്നും ഇവർ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും സമീപത്തുള്ള ഡോൺ ബോസ്കോ സ്കൂളിലും കവർച്ച. പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഓഫീസിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. അലമാരിയുടെ പൂട്ട് തുറക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. മുഖംമൂടി ധരിച്ച ആളാണ് മോഷണം നടത്തിയത്. ഇയാളുടെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് ലഭിച്ചു. സമീപത്തെ ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഓഫീസ് റൂം കുത്തി തുറന്നു. വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. 2 ഇടങ്ങളിലും ഒരാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്ന COA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. COA സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും സെക്രട്ടറിമാരായി PS സിബി, നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായി M മൻസൂർ, VS ജ്യോതികുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ചെറുകിട കേബിൾ TV രംഗത്തിന് പുറമെ ടൂറിസം, IT, കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി. കേബിൾ TV ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന് പ്രമേയം പാസാക്കി. ദില്ലിയിൽ നടക്കുന്ന കർഷക സമരത്തിന് COA ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നഗരവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമായ നഗരത്തിലെ ആധുനിക അറവുശാല കുന്നംകുളം നഗരസഭ യാഥാർത്ഥ്യമാക്കുന്നു. 7 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക അറവുശാല നിർമ്മിക്കുന്നത്. അറവുശാലയ്ക്ക് DPR തയ്യാറായതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. അറവുശാല ടെൻഡർ ചെയ്യുന്ന കമ്പനിയാണ് പലിശ ഒഴിവാക്കി കിഫ്ബി ഫണ്ട് തിരിച്ചടക്കേണ്ടത്. 10 വർഷത്തിന് ശേഷം അറവുശാല നഗരസഭയ്ക്ക് സ്വന്തമാക്കുന്ന വിധമാണ് പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് സബ് കമ്മിറ്റി രൂപീകരിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന യുവാവ് പോലീസ് പിടിയിലായി. ആലപ്പുഴ താമരക്കുളം സ്വദേശി സനലിനെയാണ് ഒല്ലൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപ്പടി, വിയൂർ, വടക്കഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രതി ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്. കേസിൽ മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ കാനയിലേക്ക് മലിനജലം ഒഴുക്കിയ സ്ഥാപനങ്ങളിൽ നിന്നും 1.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ചന്തപ്പുരയിൽ മലിനജലം പൊതുകാനയിലേക്ക് ഒഴുക്കിയ മെസ്ബാൻ ഹോട്ടലിന് 25,000 രൂപ പിഴ ചുമത്തി. ലോകമലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് കാനയിലേക്ക് മലിനജലം ഒഴുക്കിയതിന് വഴിയോര കച്ചവട സ്ഥാപനങ്ങളായ കുക്കു ഫാസ്റ്റ് ഫുഡ്, പ്രിയം ഫാസ്റ്റ് ഫുഡ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതവും മറ്റൊരു തട്ടുകടയിൽ നിന്നും 5,000 രൂപയും പിഴ ഈടാക്കി. പുതുക്കാട് കോൺഗ്രസ് നേതൃത്വം KPCC, DCC നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി DCC സെക്രട്ടറിമാർ. AICC പ്രസിഡന്റ് വിതരണം ചെയ്ത ID കാർഡുള്ള ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കില്ലെന്ന മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നടപടിക്കെതിരെയാണ് DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ തുടങ്ങിയ നേതാക്കൾ രംഗത്തെത്തിയത്. DCC നിർദ്ദേശപ്രകാരം പ്രത്യേക യോഗം ചേർന്ന് തെരഞ്ഞെടുത്ത ബൂത്ത് പ്രസിഡന്റുമാരെ മണ്ഡലം കമ്മിറ്റി ഏകപക്ഷീയമായി മാറ്റി പുതിയവരെ തെരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നും DCC സെക്രട്ടറിമാർ ആരോപിച്ചു. LDFന് അനുകൂലിക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജും കൂട്ടരും സ്വീകരിച്ചു പോരുന്നതെന്നും DCC ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിന് UDF ഭരിക്കുന്ന പുതുക്കാട് പഞ്ചായത്ത് തുക നൽകിയതും LDFനെ തൃപ്തിപ്പെടുത്താനാണെന്ന് ഇവർ ആരോപിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം വൻ വിജയമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, DCC അംഗം TD വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം മുടങ്ങിയാൽ കേരളം തകരുമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ. ശമ്പളവും പെൻഷനും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുന്നിൽ സെറ്റോ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സെറ്റോ ചെയർമാൻ രജിത് പി ഗോപാൽ അധ്യക്ഷത വഹിച്ചു. ടി.എം. കുഞ്ഞുമൊയ്തീൻ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദാമു, NGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KH രാജേഷ് തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ശമ്പളം കിട്ടാതായിട്ട് 4 ദിനങ്ങൾ കഴിയുകയാണ്. ഏനാമാവ് പള്ളിക്കടവിന് സമീപം കയ്യേറ്റം ഒഴിവാക്കിയ പുഴയോരത്ത് വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി. പുറമ്പോക്ക് ഭൂമിയായി കണ്ടെത്തി വെങ്കിടങ്ങ് പഞ്ചായത്ത് തിരിച്ചുപിടിക്കുകയും തഹസിൽദാർ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലത്താണ് വീണ്ടും സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തുന്നത്. പുഴയിൽ നിന്ന് ചെളി കോരിയെടുത്ത് കരയിൽ നിക്ഷേപിച്ച് വഴിയുണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സിമന്റ് കട്ടകൊണ്ട് പാർശ്വഭിത്തി നിർമ്മാണവും നടന്നിട്ടുണ്ട്. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, വൈസ് പ്രസിഡന്റ് മുദാസ് റസാഖ്, വാർഡ് മെമ്പർ ബസീജ വിജേഷ്, പൊതുപ്രവർത്തകരായ KK ബാബു, NS ഷംസുദ്ദീൻ, PK ഉത്തമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. പാവറട്ടി SI വൈശാഖിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ അളന്ന് തിട്ടപ്പെടുത്തി കൈമാറിയ സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതർ കോൺക്രീറ്റ് കാലുകളും പഞ്ചായത്തിന്റെ ഉടമസ്ഥത കാണിച്ചുകൊണ്ടുള്ള ബോർഡും സ്ഥാപിച്ചിരുന്നു. വീട്ടുമുറ്റം നിറയെ കടലാസ് പൂക്കൾ, അതും 135ലധികം വൈവിധ്യമാർന്നവ. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വീട്ടമ്മയും വലിയകത്ത് നസീറിന്റെ ഭാര്യയുമായ സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണ വസന്തം വിതറി ബോഗൻവില്ലകൾ പൂത്തുനിൽക്കുന്നത്. വീടിന് മുന്നിലൂടെ കടന്നുപോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുൻപാണ് ബോഗൻവില്ല കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ. ആദ്യ ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിംഗും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 130 സംതിങ് പ്ലാന്റ്സുകളായിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ 19 എന്ന് പറയുന്നൊരു വളം ചെയ്യുന്നുണ്ട്. പ്രാണിശല്യമൊന്നും അങ്ങനെയില്ല, അങ്ങനത്തെ കീടബാധകളൊന്നുമില്ല. പിന്നെ മഴക്കാലത്ത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഹൈബ്രിഡുകൾക്കൊന്നും മഴ പറ്റില്ല. കൃഷിയിൽ മുൻപരിചയമുണ്ട്. കുറേ നാളുകളായിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. ആദ്യം മഞ്ഞൾ ചെയ്തിരുന്നു, പിന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു, അഡീനിയം ചെയ്തിട്ടുണ്ടായിരുന്നു, U4B ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ട്രെൻഡ് അനുസരിച്ച് മാറി മാറി ചെയ്യുന്നുണ്ട്. ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റീന, ബ്ലാക്ക് മരിയ, അപൂർവ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടുമുറ്റത്തും മതിലിന് മുകളിലുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബോഗൻവില്ല കൃഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ 65ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95ലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35ഓളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്കൊപ്പമുണ്ട്. കടലാസ് പൂക്കളുടെ വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ. TCV കയ്പമംഗലം. മരത്തങ്കോട് അമ്പലംപള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇഞ്ചിക്കുന്ന് സ്വദേശി കരുവാങ്ങത്തിൽ വീട്ടിൽ അജിത്തിനാണ് പരിക്കേറ്റത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ കുന്നംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് ലോറിയിലിടിക്കുകയായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ അധികാരികളുടെ സഹായം തേടിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ കിഴക്കേ പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 15ഓളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ പിടികൂടിയത്. പ്രത്യേകം പരിശീലനം നേടിയ 5 നായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് ഓടിക്കും. തുടർന്നാണ് വേട്ടക്കാർ 6ഓളം കാട്ടുപന്നികളെ വെടിവെച്ചത്. കൊന്ന പന്നികളെ അതേ വാർഡിൽ തന്നെ നിയമാനുസൃതമായി സംസ്കരിച്ചു. ഇതിനായി 4 ലക്ഷത്തോളം രൂപ കർഷകർ പിരിച്ചെടുത്താണ് കാട്ടുപന്നികളെ പിടികൂടിയവർക്ക് നൽകിയത്. ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി. 2ാം ഘട്ടത്തിൽ മറ്റു പാടശേഖര സമിതികളും പന്നികളെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്.
പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പന്നിവേട്ട നടത്താൻ പ്രയാസം വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ മങ്ങാട് പള്ളിമേപ്പുറം പ്രദേശത്ത് നടക്കുന്ന അനധികൃത കരിങ്കൽ ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ലെന്നാരോപിച്ച് ബിജെപി നേതാക്കൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബിജെപി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി, IT സെൽ കൺവീനർ വിഷ്ണു അമ്പാടി, എരുമപ്പെട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്മിനീഷ് കോട്ടപ്പുറം, ബൂത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് അധികൃതർ ക്വാറിയുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. നേരത്തെ പരാതിയെ തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് അധികൃതർ തയ്യാറായില്ലെന്നും ക്വാറി ഉടമയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. ശരിക്കും നിയമവിധേയമല്ല എന്നും അതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുപ്പിച്ച് അതിന്റെ റിപ്പോർട്ട് മോളിക്ക് അയച്ചുകൊണ്ട് അദ്ദേഹത്തിന് തക്കതായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വില്ലേജ് ഓഫീസർ അന്ന് തന്നിട്ടുള്ള ഉറപ്പ്. അതനുസരിച്ച് ഞങ്ങൾ നിന്നിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞു. ഇതുവരെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുകൊടുക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ ഒട്ടിക്കാനോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തയ്യാറായിട്ടില്ല. ആ വില്ലേജ് ഓഫീസർ വൻതോതിലുള്ള അഴിമതി കൈക്കൂലി മേടിച്ചുകൊണ്ട് പണം മേടിച്ചുകൊണ്ടാണ് ഇതിനെതിരെ അവരനുകൂലമായിട്ട് നിൽക്കുന്നത്. കാരണം അത് 4 ദിവസം 5 ദിവസമായിട്ടും ഒരു സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുപോയിട്ട് അത് ഞങ്ങൾ വില്ലേജിൽ വന്ന് അന്വേഷിച്ച സമയത്ത് വില്ലേജ് ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ പറയുന്നത് അദ്ദേഹത്തിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. വിളിച്ചു വന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് സ്ഥലത്ത് പോയി ബോർഡ് സ്ഥാപിച്ച് ആ സ്റ്റോപ്പ് മെമ്മോ ഒപ്പിച്ചു വരേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. ഞങ്ങൾ മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിലെ ദന്ത ഡോക്ടർ നിയമനത്തിൽ ചട്ടലംഘനമെന്ന ആരോപണം. UDF ജനപ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗത്തിലെ ഏക അജണ്ടയായിരുന്നു ബ്ലോക്ക് ആശുപത്രിയിലെ ഡോക്ടർ നിയമനം അംഗീകരിക്കൽ. എന്നാൽ തീരുമാനം ബഹിഷ്കരിച്ച UDF അംഗങ്ങളായ OJ ഷാജൻ, ഷെരീഫ് ചിറക്കൽ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ എന്നിവർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി സെക്രട്ടറിക്ക് നൽകി. ബ്ലോക്ക് ആശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട സർക്കാർ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇന്റർവ്യൂ നടത്തിയത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. മാർച്ച് 4-ന് ഒരു അടിയന്തര യോഗം ഉണ്ടായിരുന്നു. ഈ അടിയന്തര യോഗത്തിലെ ഏക അജണ്ട നേരത്തെ നടത്തിയ ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടറുടെ നിയമനം അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഏക അജണ്ട. എന്നാൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ആ അജണ്ട അംഗീകരിക്കുന്ന സമയം വന്നപ്പോൾ ഞങ്ങളതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചൂണ്ടിക്കാട്ടി ആ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ സർക്കാർ നിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചല്ല നടത്തിയത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവനയർപ്പിച്ച സമഗ്ര ഗ്രാമമാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിങ്ങാലക്കുട കല്ലീറ്റുങ്കരയിലാണ് പഠന കേന്ദ്രം ഉയർത്തുകയെന്നും മന്ത്രി അറിയിച്ചു. കേരള സർവകലാശാല സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച അന്തർദേശീയ സെമിനാറും ഗവേഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അളഗപ്പ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എന്നും കൊന്നതാണ് SFI എന്നും എഴുതിയ ബാനറാണ് പ്രവേശന കവാടത്തിൽ കെട്ടിയിരുന്നത്. കോളേജ് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റുകയായിരുന്നു. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ വിദ്യാർത്ഥികളും നേതാക്കളും പോലീസുമായി വാക്കേറ്റം നടന്നു. തുടർന്ന് കോളേജ് അധികൃതരും പോലീസും നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയായിരുന്നു. ആരുടെയും ബാനറുകൾ ഇനി മുതൽ കോളേജ് കവാടത്തിന് കുറുകെ സ്ഥാപിക്കാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചു. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നവതിയുടെ നിറവിലെത്തിയ മാസ്റ്റർക്ക് ശിഷ്യരും സുഹൃത്ത് സംഘവും ചേർന്ന് നൽകിയ സമാദരണ സദസ്സിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഏറ്റുവാങ്ങി. P രാമൻ പുസ്തക പരിചയം നടത്തി. ചാലക്കുടിയിൽ കലാഭവൻ മണി പാർക്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. പോട്ട സ്വദേശി മണക്കാട് ദിവ്യയുടെ കാറിനാണ് തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി അഗസ്റ്റിന്റെയും
സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രമേശ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ. മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടുകാലമായി തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തൃപ്രയാർ സെന്ററിലെ ചുമട്ട് തൊഴിലാളികൾ തുടരുന്നതാണ് തേവരുടെ മകീര്യം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 30 വർഷം മുൻപ് ചുമട്ട് തൊഴിലാളിയായ MT വാസുദേവൻ തുടങ്ങിവെച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ. ഇത്തവണയും ഇതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ഈ മാസം 17-നാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. പടിഞ്ഞാറേക്കരയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിവസത്തെ ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സേതുകുളം പരിസരത്തെ ശുചീകരണം തങ്ങളുടെ അവകാശം പോലെയാണ് തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. ഒരു 10-35 വർഷത്തോളമായിട്ട് നമ്മളെ നമുക്ക് മുൻപേയുള്ള ആൾക്കാർ ചെയ്തു വരുന്ന രീതി ഇതിപ്പോഴും പ്രാവശ്യവും നമ്മൾ ചെയ്തു വരുന്നു. ആകെ നിർത്തലായി നിന്ന് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറവ് ടൈമിൽ മാത്രം, ബാക്കി എല്ലാ ടൈമിലും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ബാക്കി മിച്ചം വെച്ചുകൊണ്ട് അത് വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം ആരെയൊന്നും ഒരു 5 പൈസ നമ്മൾ പുറത്തുനിന്നായിട്ട് മേടിക്കില്ല. ഞങ്ങളൊരു പണിയെടുക്കുന്ന ഒരു വിഹിതം അവിടെ തന്നെ വയ്ക്കും. സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും. ഓരോ വർഷവും 2 ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നാണ് വലിയ കാര്യം. എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും. പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. CITU, INTUC, HMS യൂണിയനുകളിലെ 15 തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. CK ഉണ്ണികൃഷ്ണനും CD ഉണ്ണിമോനും PN മനോജും ഇവർക്ക് മുന്നിലായുണ്ട്. മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടിന് ചുമട്ട് തൊഴിലാളികൾ ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ്. തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ 42 തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ്. രാമൻകുളം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ട് തൊഴിലാളികൾ വരവേൽക്കുക. TCV തൃപ്രയാർ. കലാകാരന്മാരുടെ സംഘടനയായ ഫേസ് ചാലക്കുടിയുടെ പ്രഥമ കലാഭവൻ മണി പുരസ്കാരം ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ ജയന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷിക ദിനമായ മാർച്ച് 8-ന് കാരുണ്യസ്പർശം കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിക്കും. 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 8 കിഡ്നി രോഗികൾക്ക് 3 ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യും. തുടർന്ന് അന്നദാനവും ഉണ്ടാകുമെന്ന് കൌൺസിലർ VJ ജോജി, കലാകാരന്മാരായ സിക് സജീവ്, ബിജു ചാലക്കുടി, ജോബി കലാഭവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് കനോലി കനാലിൽ നടത്തിയ മത്സ്യക്കൂട് കൃഷിയുടെ വിളവെടുപ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ആദ്യ വിൽപ്പന നടത്തി. സതീഷ് കുമാർ, ഫിഷറീസ് പ്രൊമോട്ടർമാരായ രജിത, സിമ്മി, മത്സ്യകർഷകരായ ഷമീർ പതിയാശ്ശേരി, EK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകന്റെ കരുതലിൽ വിദ്യാർത്ഥിക്ക് വീടൊരുങ്ങി. വേലൂർ RMLP സ്കൂളിലെ അധ്യാപകനായ CJ ജിജുവാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാതൃക തീർത്തത്. വേലൂർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിമന്യുവിന്റെ പാതി പണിത് ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന വീടാണ് അധ്യാപകനായ ജിജു പണി പൂർത്തീകരിച്ചു നൽകിയത്. ഇതിനായി ജിജു തന്റെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് ചിലവഴിച്ചത് 3.5 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ 31 വർഷമായി ജിജു വേലൂർ RMLP സ്കൂളിലെ അധ്യാപകനാണ്. 2 വർഷം മുൻപ് സഹ അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനം നടത്തുന്നതിനിടയിലാണ് വേലൂർ കുതിരപ്പുരയ്ക്ക് സമീപം താമസിക്കുന്ന മുല്ലയ്ക്കൽ അനിൽകുമാറിന്റെയും ശ്രീദേവിയുടെയും വീട്ടിലെത്തിയത്. ഇവരുടെ മകനാണ് അഭിമന്യു. ഏക സഹോദരി നടക്കാൻ പോലും സാധിക്കാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. തറയും ചുമരും മാത്രം പണിത് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഇവരുടെ വീട്. ഇതിനു സമീപം തുണിയും ടാർപോളിനും വലിച്ചുകെട്ടിയ ഒരു കുടിലിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ദൈന്യത ജിജിയെ വല്ലാതെ ഉലച്ചു. തന്റെ മാസശമ്പളത്തിൽ നിന്നും ചിലവ് ചുരുക്കി മിച്ചം പിടിച്ചുണ്ടാക്കുന്ന തുക കൊണ്ട് ഘട്ടം ഘട്ടമായി 2 വർഷമെടുത്ത് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു.
വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, പ്രധാനാധ്യാപിക റീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV എരുമപ്പെട്ടി. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സേവ്യ ചിറ്റൽപ്പള്ളി MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, വികസന കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായ പാഡി അഗ്രോയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ബനാന ഫിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ B അശോക് ഏറ്റുവാങ്ങി. ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ കൃഷി ഡയറക്ടർ സാംബശിവ റാവു, അഡീഷണൽ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ, സാബിർ ഹുസൈൻ, പാഡി അഗ്രോ ചെയർമാൻ ശ്രുതി അജു, മാനേജിംഗ് ഡയറക്ടർ ഷാൻഡോ കൈതാരത്ത്, VS നിജിൽ, വിശാഖ്, ഡോക്ടർ അരുൺ P ദേവ് എന്നിവർ പങ്കെടുത്തു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFI നേതാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കടവലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ്, MA ഉസ്മാൻ, TN നമ്പീശൻ, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ എരുമപ്പെട്ടിയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകി. ICICIയുടെ സഹായത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മ നടത്തിയ തേനീച്ച വളർത്തൽ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KS സൂരജ് അധ്യക്ഷത വഹിച്ചു. ICICI ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ഓഫീസർ വൃന്ദദാസ്, ശശി ആര്യാടൻ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർസ് പദ്ധതി പ്രകാരമുള്ള 10 ലക്ഷവും മറ്റത്തൂർ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 5 ലക്ഷവും ചെലവഴിച്ചാണ് മോഡൽ പ്രീ പ്രൈമറി വിഭാഗത്തിനായി വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നത്. അനശ്വര കലാകാരൻ കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്റ്റേജ് മേറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച മണി സ്മൃതി സംഘടിപ്പിക്കും. രാവിലെ 10-ന് സൌത്ത് ജംഗ്ഷനിൽ നടക്കുന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സ്വാക്ക് പ്രസിഡന്റ് ജോബി കൊടകര, സെക്രട്ടറി പ്രദീപ് പൂലാനി, ട്രഷറർ ജെയ്സൺ വർഗീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ മികവുറ്റ സേവനം നൽകാൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. ദന്തരോഗ വിഭാഗത്തിന്റെയും ഐസൊലേഷൻ വാർഡിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2020-21 സാമ്പത്തിക വർഷത്തിൽ ആർദ്രം പദ്ധതിയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടിയതിന്റെ അവാർഡായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച 10 ലക്ഷം രൂപയും വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ ശ്രീദേവി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി ജയരാജൻ, ജിയോ ഫോക്സ്, MM റജീന, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതി വേണുഗോപാൽ, ബഹുമാനിയരായുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, DMO പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീദേവി, മറ്റ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ, ജനകീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മണ്ഡലൂർ നിയോജക മണ്ഡലത്തിലെ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്.
ഗുരുവായൂർ ദേവസ്വം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്ക് യൂണിഫോം നിർബന്ധമാക്കുന്നു. വാച്ച്മാൻ, റൂം ബോയ് തസ്തികകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കും താൽക്കാലിക ജീവനക്കാർക്കും യൂണിഫോം ഏർപ്പെടുത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്കാണ് യൂണിഫോം നൽകിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് മുറി നൽകി തുടങ്ങും. 2 ദിവസത്തിനകം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വരുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത് ഈ വധൂവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊണ്ടരാമുളപ്പിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ശ്രദ്ധേയമായത്. ഗുജറാത്ത് സ്വദേശിയും മുംബൈയിലെ സ്ഥിര താമസക്കാരിയുമായ ആര്യ വോറയാണ് വധു. ഇവർ നടിയും മോഡലും വ്ളോഗറുമാണ്. വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. 6 ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ ഫെബ്രുവരി 21 മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹ നിശ്ചയം. 22 ചണ്ഡീഗഡിലേക്ക് യാത്രയായി. 24 ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി. ടിബറ്റിനും ഇന്ത്യക്കുമിടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും 26 വിവാഹിതരായി. ഈ സമയത്ത് -25 ഡിഗ്രിയായിരുന്നു അന്തരീക്ഷ താപനില. തണുത്തുവിറച്ച് ഇവർ തീ കായുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 12,500 അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി. അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും അടക്കം 20 പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത്. ആര്യ വോറയുടെ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘട പാത താണ്ടിയത്. സമൂഹമാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത്. തണുത്തുറഞ്ഞ സ്പിതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിവാഹം നടക്കുന്നത്. TCV ഗുരുവായൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന ഹൃദയപൂർവ്വം പദ്ധതിയിൽ ഭക്ഷണപ്പൊതികളും രക്തവും ദാനം ചെയ്യുന്ന കണ്ടാണശ്ശേരിയിലെ യുവജനങ്ങളെ ആദരിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജുവാണ് സേവന മനോഭാവമുള്ള രക്തദാന പ്രവർത്തകരെ രക്തദാന നക്ഷത്ര പതക്കം നൽകി ആദരിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ധനൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് ആദൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഗ്നിബാധ. ആദൂർ സ്കൂളിന് സമീപം ചീരൻ സിറിലിന്റെ 15 ഏക്കർ വരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. അടിക്കാടും പാഴ്മരങ്ങളും കത്തിനശിച്ചു. സ്കൂളിന് സമീപത്തേക്കും ജനവാസ കേന്ദ്രത്തിലേക്കും തീ പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി, ഗിന്നസ് സത്താർ, ആദൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് തീയണച്ചത്. പറപ്പൂർ പാണേങ്കാടൻ വഴിക്ക് സമീപം സ്കൂൾ ബസ്സിടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. എരുമപ്പെട്ടി സ്വദേശി ചിരമ്പൻ വീട്ടിൽ ജെയ്സൺ ആണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തീറ്റപ്പുൽ കൃഷിയിൽ വിജയം കൈവരിച്ച് കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം വിളവെടുത്തത് 1500 കിലോ തീറ്റപ്പുൽ. കാട്ടൂർ കരാഞ്ചിറ കാട്ടൂർ കടവിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കി വരുന്ന കമാൻഡോ കിഡ്സ് പദ്ധതി ശ്രദ്ധേയമാകുന്നു. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് എക്സ് സർവീസ് ലീഗിന്റെ സഹായത്തോടെ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും സമീപത്തെ സ്കൂളിലും മോഷണം. പള്ളിയിൽ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. COA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. COA സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ടൂറിസം IT മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിട്ട് COA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.